നമ്മളിനി നോക്കാൻ പോകുന്നത് പി കെ തുങ്കൻ കമ്മിറ്റിയാണ്. പി കെ തുങ്കൻ കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തത് 1988 എന്നാണ്. 1988 പി കെ തുങ്കൻ കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തത്. പി കെ തുങ്കൻ കമ്മിറ്റി എന്താണ്? ഒരു പാർലമെൻ്ററി കമ്മിറ്റിയാണ്. പി കെ തുങ്കൻ കമ്മിറ്റി ഒരു പാർലമെൻ്ററി കമ്മിറ്റിയാണ്. ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. പി കെ തുങ്കൻ കമ്മിറ്റി എന്താണ്? പി കെ തുങ്കൻ കമ്മിറ്റി ഒരു പാർലമെൻ്ററി കമ്മിറ്റിയാണ്. പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത ഒരു കമ്മിറ്റി കൂടിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി. എന്താണ്? പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച ഒരു കമ്മിറ്റി കൂടിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലേക്ക് കാലാകാലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പ് എന്താണ്? അതുപോലെ തന്നെ ഉചിതമായ ചുമതലകളുടെ പട്ടികപ്പെടുത്തൽ, മതിയായ ഫണ്ട് എന്നിവ ഉറപ്പാക്കുന്നതിനായിട്ട് ഒരു ഭരണഘടനാ ഭേദഗതിക്കും പി കെ തുങ്കൻ കമ്മിറ്റി ശുപാർശ ചെയ്തു. എന്താണ്? പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലേക്ക് കാലാകാലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പ്, ഉചിതമായ ചുമതലകളുടെ പട്ടികപ്പെടുത്തൽ, മതിയായ ഫണ്ട് എന്നിവ ഉറപ്പാക്കുന്നതിനായിട്ട് ഒരു ഭരണഘടനാ ഭേദഗതിക്ക് കമ്മിറ്റി ശുപാർശ ചെയ്യുകയുണ്ടായി. എന്താണ്? പി കെ തുങ്കൻ കമ്മിറ്റി 1988 അപ്പോയിൻ്റ് ചെയ്തത്. എന്നാണ്? പി കെ തുങ്കൻ കമ്മിറ്റി 1988 അപ്പോയിൻ്റ് ചെയ്തത്. ഇതൊരു പാർലമെൻ്ററി കമ്മിറ്റിയാണ്. എന്താണ്? പി കെ തുങ്കൻ കമ്മിറ്റി ഒരു പാർലമെൻ്ററി കമ്മിറ്റിയാണ്. പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണം എന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി കൂടിയാണ് ഏത്? പി കെ തുങ്കൻ കമ്മിറ്റി. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലേക്ക് കാലാകാലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പ്, ഉചിതമായ ചുമതലകളുടെ പട്ടികപ്പെടുത്തൽ, മതിയായ ഫണ്ട് എന്നിവ ഉറപ്പാക്കുന്നതിനായിട്ട് ഒരു ഭരണഘടനാ ഭേദഗതിക്ക് കമ്മിറ്റി ശുപാർശ ചെയ്യുകയുണ്ടായി. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിലായിട്ട് പഞ്ചായത്തി രാജിന് ഒരു ത്രിതല സംവിധാനം വേണമെന്ന് തുങ്കൻ കമ്മിറ്റിയും പറയുകയുണ്ടായി. എന്താണ്? ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിലായിട്ട് പഞ്ചായത്തി രാജിന് ഒരു ത്രിതല സംവിധാനം വേണം എന്ന് പറയുകയും ചെയ്തു. ഏത് കമ്മിറ്റി? പി കെ തുങ്കൻ കമ്മിറ്റി. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് 5 വർഷത്തെ നിശ്ചിത കാലാവധി ഉണ്ടായിരിക്കണമെന്നും എന്താണ്? പി കെ തുങ്കൻ കമ്മിറ്റി ശുപാർശ ചെയ്തു. എന്താണ്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് 5 വർഷത്തെ നിശ്ചിത കാലാവധി ഉണ്ടായിരിക്കണം. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിലായിട്ട് പഞ്ചായത്തി രാജിന് ത്രിതല സംവിധാനം വേണമെന്നും പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഒരു നിശ്ചിത കാലാവധി ഉണ്ടായിരിക്കണം. അതായത് ഒരു 5 വർഷത്തെ നിശ്ചിത കാലാവധി ഉണ്ടായിരിക്കണമെന്നും ഓരോ സംസ്ഥാനത്തും ഒരു ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണമെന്നും പി കെ തുങ്കൻ കമ്മിറ്റി പറയുകയുണ്ടായി. എന്താണ്? ഓരോ സംസ്ഥാനത്തും ഒരു ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണം. എന്തൊക്കെയാണ് പി കെ തുങ്കൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്? 1988 അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട പി കെ തുങ്കൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്, പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണം എന്ന് കമ്മിറ്റി നിർദ്ദേശിക്കുകയുണ്ടായി. എന്താണ്? പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണം എന്ന് നിർദ്ദേശിച്ചു. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലേക്ക് കാലാകാലങ്ങളിൽ എന്താണ്? തിരഞ്ഞെടുപ്പ് നടത്തണം. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലേക്ക് കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്തണം. ഉചിതമായ ചുമതലകളുടെ പട്ടികപ്പെടുത്തൽ, മതിയായ ഫണ്ട്, കാലാകാലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പ് എന്നിവ ഉറപ്പാക്കുന്നതിനായിട്ട് ഒരു ഭരണഘടനാ ഭേദഗതിക്ക് കമ്മിറ്റി ശുപാർശ ചെയ്യുകയുണ്ടായി. ഒപ്പം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിലായിട്ട് ഒരു ത്രിതല സംവിധാനമാണ് വേണ്ടതെന്ന് പറഞ്ഞു പഞ്ചായത്തി രാജിന്. എന്താണ്? ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിലായിട്ട് ഒരു ത്രിതല സംവിധാനമാണ് പഞ്ചായത്തി രാജിന് വേണ്ടതെന്ന് പി കെ തുങ്കൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൽ പറയുന്നുണ്ട്. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് നിശ്ചിത കാലാവധി ഉണ്ടായിരിക്കണം. അതായത് 5 വർഷത്തെ നിശ്ചിത കാലാവധി ഉണ്ടായിരിക്കണമെന്നും പി കെ തുങ്കൻ കമ്മിറ്റി പറയുന്നുണ്ട്. ഒപ്പം ഓരോ സംസ്ഥാനത്തും ഒരു ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണമെന്നും എന്താണ്? പി കെ തുങ്കൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസിൽ പറയുന്നുണ്ട് ഓരോ സംസ്ഥാനത്തും ഒരു ധനകാര്യ കമ്മീഷൻ കൂടി രൂപീകരിക്കുന്നതിനെ പറ്റിയിട്ട് പി കെ തുങ്കൻ കമ്മിറ്റിയിലെ റെക്കമെൻഡേഷൻസിൽ പറയുന്നുണ്ട്.